ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടെന്നല്ല, നമ്മൾ കുറേ നാളായി നടക്കാൻ പോയിട്ട്. അതിനും ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ തൊട്ടേ ഞങ്ങൾ രാവിലെയൊക്കെ ഒന്ന് നടക്കാൻ പോകുന്നതൊക്കെ വളരെ കുറവാണ്. സ്ഥിരമായിട്ട് അങ്ങനെ നടക്കാൻ പോകുന്നവരെ ഒന്നല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കായലിൻ്റെ അങ്ങോട്ടൊക്കെ നടക്കാൻ പോകും. നമ്മുടെ ഇവിടെ അടുത്താണ് വെള്ളായണി കായൽ. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയാണ് പുഞ്ചക്കരി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ നടക്കാൻ വരുന്നുണ്ട് രാവിലെയും വൈകിട്ടൊക്കെ. അപ്പം ഞങ്ങളും ഇടയ്ക്കൊക്കെ തോന്നുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈം മുതൽ ഞങ്ങൾ എന്തായാലും ഒരു 3-4 അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വെയിറ്റ് ലോസിനോ അങ്ങനെയൊന്നും വേണ്ടിയില്ല. ചുമ്മാ രാവിലെ ഒരു മോർണിംഗ് വാക്ക്, നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ജസ്റ്റ് ആ ഒരു രാവിലത്തെ ഫ്രഷ് എയറൊക്കെ കൊള്ളാനും കൂടെ വേണ്ടി, ആ ഒരു ഉദ്ദേശത്തിന് മാത്രമാണ് ഞങ്ങളങ്ങനെ നടക്കാൻ പോകുന്നത്. അത് നമുക്ക് കുറച്ച് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ റോഡ് ഭയങ്കര മോശമായി തുടങ്ങി. അതുമാത്രമല്ല, സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് പണികൾ തുടങ്ങി. അപ്പോൾ അത് കാരണം നമുക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരുപാട് പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ. പിന്നെ വണ്ടികളൊക്കെ വരുന്നത് കാരണം നടക്കുന്നത് കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ മടിച്ചിരിക്കുമ്പോഴാണ് മഴ തുടങ്ങുന്നത്. മഴ തുടങ്ങിയപ്പോൾ പിന്നെ കണ്ടിന്യൂസ് മഴ കാരണം ഒട്ടുമേ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് കുറേ നാളായി ഞങ്ങളങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും അവിടെ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. എന്താണ് കണ്ടീഷനൊന്നും അറിഞ്ഞുകൂടാ, അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞോ എന്ന് അറിഞ്ഞുകൂടാ, റോഡെല്ലാം ഓക്കെ ആയോ എന്നും അറിഞ്ഞുകൂടാ. എന്നാലും രണ്ടും കൽപ്പിച്ച് നമുക്ക് പോയി നോക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ സാധാരണ രാവിലെ കാറിൽ പോവും, പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം കിട്ടും. ഇപ്പോൾ അവിടെ പണി നടക്കുന്നത് കാരണം കാർ പാർക്കിംഗ് ഒക്കെ സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് രാവിലെ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, രാവിലെ ഇന്ന് വെളുപ്പിന് കുറച്ച് മഴ ഉണ്ടായിരുന്നു. ഇനി മഴ പെയ്യുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കാർ ഞങ്ങൾ എടുക്കുന്നില്ല, ബൈക്കിൽ തന്നെയാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അനൂപ് എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. അങ്ങനെ എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് നടക്കാൻ പോകുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ. എന്നാലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കായലിൻ്റെ അവിടെ നടക്കാൻ പോകണമെന്ന് താനേ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കുറച്ച് ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലവും കൂടെ ആയതൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ താനേ തോന്നുന്നത്. ഒരു 6 മാസം മുന്നേ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അതായത് കൃത്യം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ രാവിലെ നല്ലപോലെ കോട കൊണ്ട് മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മുടെ കൂടെ വരുന്ന ആളുകളെ പോലും കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും മഞ്ഞുകൊണ്ട് നിറഞ്ഞു നിന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ നല്ലപോലെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. ക്ലൈമറ്റ് ആസ്വദിക്കാനായിരുന്നു കൂടുതൽ ആളുകളും വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളും വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ആ ക്ലൈമറ്റ് കഴിയുന്നത് വരെയും ഞങ്ങൾ വന്നുകൊണ്ടിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ ഈ കോട അങ്ങ് മാറിത്തുടങ്ങുന്നതിനിടയിൽ നെൽപ്പാടങ്ങളൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അതൊക്കെ ഷൂട്ട് ചെയ്യാനും രാവിലത്തെ ഈ കോടമഞ്ഞൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനുമായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് അത്തരം കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും നമുക്ക് അതുവരെ ഒന്ന് പോയിട്ട് വരാം. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്നും ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളങ്ങനെ കായലിൻ്റെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ പണികൾ കഴിഞ്ഞൊന്നുമില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇനിയും സമയം എടുക്കും ഇതെല്ലാം കഴിഞ്ഞ് വരാനായിട്ട്. ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ ഇവിടെ എൻട്രി ഫീ ഒക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇവിടെ വന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പണികൾ നടക്കുന്നേ ഉള്ളൂ. ഇന്റർലോക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ അനു? പിന്നെ ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് നടക്കാനൊക്കെ. അപ്പം അതിന് മുന്നേ ഒന്ന് നടന്നിട്ട് വരണം. ഒരുപാട് ആയാസപ്പെട്ടെന്ന് നടക്കാൻ വയ്യ ഇന്ന്. എന്നാലും ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. കാണിച്ചു തരാം. ഇവിടെ കംപ്ലീറ്റ് അതാണ് കിരീടം പാലം. ഒരാൾ ഇരിക്കുന്നില്ലേ, അത് കിരീടം പാലമാണ്. അതെല്ലാവർക്കും അറിയാം, ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. ഇത് എന്താണ്, അതിന് ഇവിടെ കണ്ട, ഇവിടെ കംപ്ലീറ്റ് കുളവാഴ കൊണ്ട് നിറഞ്ഞു കിടക്കുമായിരുന്നു. അത് ഇവിടെ ഉണ്ടായിരുന്ന, അത് അങ്ങോട്ട് മാത്രമായിരുന്നു. ഈ സൈഡിലൊരു ചെറിയ വഞ്ചിയാ, തോണിയല്ലേ, അതിൽ പ്ലാസ്റ്റിക് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. മീൻസ് ഇതിനകത്ത് കിടന്ന പ്ലാസ്റ്റിക് എല്ലാം ക്ലിയർ ചെയ്ത് ആ വഞ്ചിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ കുളവാഴ നേരത്തെ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത്. ഇനി അങ്ങോട്ടും കൂടെ ഒന്ന് നോക്കണം. അങ്ങ് അറ്റത്തൊക്കെ ഭയങ്കര കുളവാഴയാണ്. ഇതവരെങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? കൊണ്ട് കളയുമോ തന്നെ? 2 സൈഡിൽ 2 കോരി ഇട്ടിട്ടുണ്ട്. 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 2 സൈഡിൽ
കായലിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ കുളവാഴ, അങ്ങ് കായലിൽ ക്ലീൻ ചെയ്യുമായിരിക്കും. എനിക്ക് തോന്നുന്നു കായലും ഇപ്പം ക്ലീൻ ചെയ്യും. ഇത് വേറൊരു പാലം, അത് അങ്ങോട്ട് എന്തോന്ന് പുഞ്ചകരിയാണ്, അതെന്ത് പുഞ്ചപരി പാപ്പഞ്ചാണി. ആ, ഓരോ പമ്പ് ഹൗസ് എത്തുമ്പോഴും അവിടെ ഓരോ എന്താണ് മാങ്കിളി കരി അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതോരോ, എനിക്ക് സ്ഥലം കറക്റ്റ് എനിക്ക് കൃത്യമായിട്ടൊന്നും പറഞ്ഞു അറിഞ്ഞൂടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഞ്ചകരിയിലാണെന്ന് മാത്രം അറിയാം. പണ്ട് വയലിലൊക്കെ വെള്ളം നിറയുമ്പോഴത്തേക്കും പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിൽ പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പമ്പിങ് നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മഴയിൽ അവിടെ വെള്ളം കയറിയപ്പോഴത്തേക്കും ഫുള്ള് പമ്പിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തോട്ടിലോട്ട് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട്. അപ്പുറ സൈഡ് കായലിൽ നിന്ന് ഇങ്ങനെ തോട് ഒഴുകി അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പുഞ്ചക്കിരി, ഇങ്ങോട്ട് ചാണി, പാപ്പഞ്ചാണി, പിന്നെ മേളിൽ നേരെ കയറി കഴിഞ്ഞാൽ തിരുവല്ലം, അങ്ങനെ അങ്ങ് പോകും. അതുപോലെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഇത്രയും ദിവസം വന്നപ്പോൾ ഈ ഒരു ഡിസംബർ തൊട്ട് ഇത്രയും കാലം ഇവിടെ വന്നപ്പോഴും തന്നെ ഇഷ്ടം പോലെ ദേശാടന പക്ഷികളുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഇപ്പം ഇല്ല. ഇപ്പം വന്നപ്പോൾ ഇല്ല, ഒരു കിളി പോലും ഇല്ല, ഒരു കൊക്ക് പോലും ഇല്ല. എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട് അത് വന്നതിൻ്റെയൊക്കെ, ഉണ്ടെങ്കിൽ ഞാനത് അറ്റാച്ച് ചെയ്ത് തരാം, കാണിക്കാം. നല്ല രസമാണ് അതിനെ കാണാനായിട്ട്. കറക്റ്റ് ഒരു ഫ്ലെമിംഗോയിനെ പോലെയൊക്കെ ഇരിക്കും. നമുക്ക് നടക്കാം. നമ്മൾ കൂടുതൽ സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല. ഇവിടെ മുതൽ തുടങ്ങാം. നമുക്ക് അവിടെ നിന്ന് വരാടാ. ഇവിടെയൊക്കെ ഇത് എന്ന് പറയുന്നത് കടയാണെന്നാണ് തോന്നുന്നത്. കട കെട്ടി കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? ആ, ഈ സൈഡിലൊക്കെ സാധാരണ ആൾക്കാർ ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയുള്ള ഒരു കടകളായിരുന്നു. ഇപ്പം സംഭാരം, മോര് അങ്ങുണ്ടല്ലേ. ആ, അതെല്ലാം മാറി ഇപ്പം ഇവർ തന്നെ ബിൽഡ് ചെയ്തൊരു ബിൽഡിങ്ങാണ്. രണ്ടാമത്തെ ബിൽഡിങ് ഇത്. താറാവ്, ഇത് രണ്ടാമത്തെ ബിൽഡിങ്. ഇതെല്ലാം ഷോപ്പായിരിക്കും അല്ലേ? ഇതെന്തായിരിക്കും? അല്ല, ഈ വാഷ്റൂം ആയിരിക്കും. ഇത് ഏതൊക്കെ? തന്നെ ഇത് ടോയ്ലറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഓ, അതായത് ടോയ്ലറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ബിൽഡിങ്. ഇതെല്ലാം ഷോപ്പിനുള്ള ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെയും ക്ലീൻ. അടിപൊളിയല്ലേ? ഒത്തിരി ക്ലീൻ ചെയ്തപ്പം. ഇത് ഇവിടുത്തെ സ്ഥിരവാസികൾ ഏതോ കിടക്കുന്നു. ചായ കുടിക്കാൻ നേരത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരാണിതെല്ലാം. എല്ലാം എല്ലും തുലികൾ. അങ്ങോട്ട് പോയാൽ നമുക്ക് കുറച്ചുകൂടെ കായൽ കാണാൻ പറ്റും കൃത്യമായിട്ട്. നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല, കാരണം നമുക്ക് ഇവിടെ നേരെ തിരിച്ചത് ഈ വഴി നടക്കുമ്പോൾ നല്ല പോലെ വെയിലാവും. അപ്പോൾ അത് നമ്മൾ മഴ കാണുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ കാണുന്ന ഒരു വയലറ്റ് കളറിലെ ഒരു ഷെഡ്, ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ, പെട്ടിക്കട പോലെ. അങ്ങനത്തെ കടകളായിരുന്നു ഇവിടെ കൂടുതൽ. അതെല്ലാം എടുത്ത് മാറ്റി. അതെല്ലാം മാറ്റിയില്ല, അവർ തൽക്കാലം കട അവിടെ വെച്ചിരിക്കുന്നതാണ്. അവർക്കിവിടെ കട കൊടുക്കുമായിരിക്കും. എന്താണ് കാര്യം എന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ട് നല്ല വൃത്തിയാക്കി അല്ലേ? ഇപ്പം നമുക്ക് നമ്മൾ സ്ഥിരം നടക്കുന്നത് അങ്ങോട്ട് പോയതല്ലേ? പണി നടക്കാനായിട്ട് മെറ്റൽസ് എല്ലാം, പണിക്ക് വേണ്ടി മെറ്റൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടാനു, മുകളിലും എന്തൊക്കെയോ സെറ്റപ്പ് വരുന്നുണ്ട്. കാരണം ഇവിടെ സ്റ്റെയർ ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് കണ്ടോ? സ്റ്റെയർ, റെസ്റ്റോറൻറ്റ് പോലെയോ എന്തായാലും ഷോപ്പായിരിക്കും. ഓക്കെ, നമുക്ക് നടക്കാം. നമ്മളിവിടെ മുതലാണ് നടന്നു തുടങ്ങുന്നത്, ഈ ഒരു ടേണിങ് മുതൽ. പിന്നെ പുതിയതായിട്ട് കണ്ടത് ഇത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ? ഇത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ 3 ബെഞ്ച് ഇപ്പോഴാണ് ചെയ്തത്. പിന്നെ ഈ കൈവേരിയും ഈ പണിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗം, മീൻസ് ഇപ്പം ചെയ്ത കാര്യമാണ്. പിന്നെ ഇത് ഈ കൈവേരി മീൻസ് മതിൽ. അതായിരിക്കും. ഇതെല്ലാം ഇനി കംപ്ലീറ്റ് ചെയ്ത് വരണതേ ഉള്ളൂ. അവിടെ എവിടെയോ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം, മീൻസ് രാവിലെയൊക്കെ വാക്ക് ചെയ്യാൻ വരണതുകൊണ്ട്. ഇവിടെ ഇന്റർലോക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് മാത്രം ഇടാൻ വേണ്ടി. അവിടെ ഒരു ആർച്ച് വരുന്നുണ്ട്, അവിടെ എൻട്രി തോന്നുന്നു. ഇവിടെ ഈ റോഡിൻ്റെ ഈ 2 സൈഡിലായിട്ടും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മീൻസ് ആ സ്പേസിലാണ് ഇൻ്റർലോക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഫുട്പാത്ത് പോലെ ചെയ്യാനായിട്ട്.
പിന്നെ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഈ മുളയും ചെടികളൊക്കെ. ഇതിൻ്റെ ഇടയിലുള്ള ബെഞ്ചെല്ലാം എടുത്ത് കളഞ്ഞല്ലേ? പഴയ ബെഞ്ചെല്ലാം എടുത്ത് ആ, പഴയ ബെഞ്ചെല്ലാം എടുത്ത് കളഞ്ഞു. ഇവിടെ അത് ഏതിലായിരുന്നു? മുളയിൽ ചെയ്തിരുന്ന ഒരു ബെഞ്ചായിരുന്നു അല്ലേ? മറന്നുപോയി. ആ, ഇവിടെ ബെഞ്ച് ചെയ്തു. അപ്പം ഇതുപോലെ ബെഞ്ച് ഇവിടെയും വരുമായിരിക്കും. എൻ്റെ ഇവിടെ ചെളി കിടക്കുന്നുണ്ടെന്ന് നടക്കാനൊക്കെ കുറച്ച് പാടാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ലപോലെ വണ്ടി വന്ന് തുടങ്ങും, അപ്പോൾ കുറച്ചുകൂടെ പാടാണ്. മുളയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നേ. ഇവിടുത്തെ ബെഞ്ചെല്ലാം എടുത്ത് കളഞ്ഞ്. ആ, ഇൻ്റർലോക്ക് ചെയ്തു തുടങ്ങിയടാ, നോക്ക്. ഇത് ഇവിടെ ഇൻ്റർലോക്ക് ചെയ്തു തുടങ്ങി. കൊള്ളാമല്ലേ? ആ, ഇവിടെ ഒരു ആർച്ച് കൊടുക്കുന്ന മിക്കവാറും അത് എൻട്രി, മറ്റേ സെക്യൂരിറ്റിക്കൊക്കെ ഇരിക്കുന്ന സംഭവമൊക്കെ ചെയ്യാനും അങ്ങനെ ആയിരിക്കും. പണി നടക്കണം. ഇതുപോലത്തെ കടകളായിരുന്നു അങ്ങോട്ടും, ഇതുപോലത്തെ എല്ലാ കടകളായിരുന്നു അങ്ങോട്ടും. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറ്റി. എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ പണി വന്ന് തുടങ്ങുമ്പോൾ ഇതും മാറും. ഇവിടെ എല്ലാം കുളവാഴ എല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ, കുറേ ക്ലിയർ ചെയ്ത്. നടന്ന് എത്തണം. ഇനി ഇവിടെ മുതലെല്ലാം പഴയതുപോലെയാണ്. അങ്ങനെ പണികളൊന്നും തുടങ്ങിയില്ല, പക്ഷെ തുടങ്ങി പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഒരു വരിയൊക്കെ വെട്ടി പണി തുടങ്ങി. ഇതെവിടം വരെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. ഈ കുളവാഴയൊക്കെ ഇവിടെ കംപ്ലീറ്റ് കുളവാഴയായിരുന്നു. ഇതെല്ലാം കുറേ ക്ലീൻ ചെയ്ത് എവിടം വരെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ? പൊട്ടില്ല അല്ലേ? ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇതെവിടം വരെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതെവിടെയെങ്കിലുമൊക്കെ എവിടെയാണ് എടുത്തിട്ടിരിക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കണം. ഇതെല്ലാം കൂടെ ഇതോ അവിടെയാണല്ലേ, ഇതോ ഒരു പച്ചപ്പ് കാണുന്നുണ്ട്. ഓക്കെ, ഈ കിടക്കുന്ന ഈ ഹമ്പ് പോലത്തെ സംഭവങ്ങൾ കണ്ടോ? അതെല്ലാം കുളവാഴയാണെന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് കിടന്ന കുളവാഴേനെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ഈ സൈഡിലൊക്കെ കുറച്ച് വീണ് കിടപ്പുണ്ട്. റോഡിൻ്റെ സൈഡിലോട്ടൊക്കെ തന്നെ ഇട്ടിരിക്കണം കേട്ടോ. ഇതൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു അവിടം വരെ തന്നെയാണ് ക്ലിയർ ചെയ്തതല്ലോ. ഈ സൈഡിലൊക്കെ നോക്കി, ഈ എൻഡിലൊക്കെ നിൽക്കുന്നുണ്ടാ, ഈ എൻഡിലെല്ലാം നിൽപ്പുണ്ട്. ഇവിടെ നടുക്കുള്ളതൊക്കെ കുറേ ക്ലിയർ ചെയ്തെന്നല്ലാതെ എൻഡിലൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, ഞങ്ങൾ അതുവരെ പോകുന്നുള്ളൂ. ഇവിടുത്തെ വയലിൽ മഴ സമയത്തുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വെള്ളം കൂടിയതുകൊണ്ട് അപ്പോൾ അതെല്ലാം പമ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് കളയുകയാണ്. ചെറിയൊരു സ്മെല്ലുണ്ടല്ലേ, ചെളിയുണ്ട്. ഞങ്ങൾ ഇതുവരെ പോകുന്നുള്ളൂ, ഈ പമ്പ് ഹൗസ് വരെ പോകണുള്ളൂ. വെയിൽ വന്നു തുടങ്ങി നല്ലപോലെ. തിരിച്ച് നടക്കുമ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ നിന്നാണ് വെയിലടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഫേസിൽ തന്നെ വെയിലടിച്ചു തുടങ്ങും. രാവിലെ തന്നെ വെയിലൊക്കെ കൊണ്ടിട്ട് പോകുമ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുവരെ നടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ചുകൂടെ നേരത്തെ വന്നാലേ അങ്ങറ്റം വരെ നടക്കാൻ പറ്റുള്ളൂ വെയിൽ കൊള്ളാതെ. ഇത് 2 പൈപ്പുണ്ട് കേട്ടോ. ഞാൻ ഒറ്റ പൈപ്പായിരിക്കും. ഈ റോഡിൻ്റെ 2 വശത്തായിട്ടും നല്ല വിശാലമായിട്ടുള്ള നെൽപ്പാടങ്ങളും ഒരുപാട് കൃഷിഭൂമികളും ഉണ്ട്. മഴയെല്ലാം പെയ്ത് ഇവിടെ വെള്ളം നിറയുമ്പോൾ അവിടുത്തെ വെള്ളമെല്ലാം ഈ തോട്ടിലേക്ക് പമ്പ് ചെയ്ത് വിടും. അതിനായി തന്നെ ഇവിടെ ഒരുപാട് പമ്പ് ഹൗസുകളുണ്ട്. റോഡിനരികിൽ തന്നെയാണ് ഓരോ പമ്പ് ഹൗസുകളും സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമേക്കരി പമ്പ് ഹൗസിലാണ്. ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഓരോ പമ്പ് ഹൗസിനും കൊടുത്തിരിക്കുന്നത്. പുഞ്ചക്കരി, നിലമേക്കരി, മാങ്കിളിക്കരി, അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ നിലമേക്കരി പമ്പ് ഹൗസ് അവിടെയാണ് നിൽക്കുന്നത്. അവിടെ വരെ ഞങ്ങൾ നടന്നു വന്നോളൂ. ഇനി നമ്മൾ ഈ പമ്പ് ഹൗസിൻ്റെ അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ. വെയിൽ വന്നു തുടങ്ങി എന്നല്ല, സമയം ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭയങ്കര വെയിൽ. നടക്കല്ലേനോ? ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞതേ ഉള്ളൂ. 7:30 കഴിഞ്ഞില്ല, 7:30 കറക്റ്റ് 7:30 ഈ സമയത്ത് നല്ല വെയിലുണ്ട് ഇവിടെ. ഇപ്പോൾ വെയിൽ ആയിക്കഴിഞ്ഞാൽ നടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം ദൂരം നടക്കണില്ല. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. അത്രയും ദൂരം നമ്മളിപ്പോൾ നടക്കുന്നില്ല, വെയിലായിക്കഴിഞ്ഞ് പാടാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണേ. ഇനി ഒരു ചായ കുടിച്ചാലോ അല്ലേ?
ഓക്കെ ശരി, അപ്പോൾ നമുക്ക് അങ്ങ് എത്തിയിട്ട് കാണാം, വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട് കാണാം. രാവിലെ നമ്മൾ നടക്കാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് മുഴുവനും മഴയായിരിക്കും എന്ന്. ആ ഒരു സംശയം തീർക്കാനായിട്ട് ഞാനൊന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇന്ന് 90% മഴ പെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണിച്ചത്. അത് വളരെ കൃത്യമായിരുന്നു. വീട്ടിൽ വന്ന് കയറേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ മഴ എന്തായാലും നല്ല പോലെ അങ്ങ് ശക്തമായിട്ട് പെയ്യുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങൾ വേറെ അങ്ങ് നിന്നില്ല, നേരെ വീട്ടിലോട്ട് വന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഒരു കട്ടനും എന്തെങ്കിലും വടയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സലായിട്ട് വാങ്ങിയിട്ടൊക്കെ വരുള്ളൂ. വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ചാറ്റൽ മഴ കണ്ടപ്പോൾ മനസ്സിലായത് നല്ലപോലെ ഉറക്കി വന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന ഉടനെ തന്നെ നല്ലപോലെ മഴ ഉറച്ചു. ഭയങ്കരമായിട്ട് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നേരം നല്ല ശക്തമായിട്ട് മഴ പെയ്യായിരുന്നു. ഇപ്പോൾ ഇത്രയും കുറഞ്ഞു, ഇപ്പം ചെറുതായിട്ടുള്ള ചാറ്റൽ മഴയേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു 2-3 പൈപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ, ഓരോ പൈപ്പിൻ്റെ ചോട്ടിലായിട്ട് ഞങ്ങൾ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കാറ്റ് ശക്തമായിട്ട് അടിച്ചതുകൊണ്ട് ഈ കാറ്റിൽ പറന്ന് ഗേറ്റിൻ്റെ അതുവരെയൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള കാറ്റ് അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം മഴയും. പിന്നെ കറണ്ട് പോയി. ഇവിടെ പിന്നെ മഴയാണ് കാറ്റാണ് അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഇവിടെ കറണ്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഏരിയയാണ്. എനിക്കതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാ ദിവസവും കറണ്ട് പോകും, ഒരു പ്രാവശ്യമെങ്കിലും മിനിമം പോയിരിക്കും. ഞാനിവിടെ വന്നതിന് ശേഷം ഒരു ദിവസം പോലും കറണ്ട് പോകാത്ത ദിവസം ഇല്ല. എന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒരുപാട് ലേറ്റായി കറണ്ട് വരുമ്പോൾ ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് കാരണമെന്ന്. അപ്പോൾ പറയും ലൈന് വെട്ടാനുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാൻസ്ഫോമർ കത്തിപ്പോയി എന്തെങ്കിലും പണി നടക്കുകയാണെന്നൊക്കെ പറയും. ഇതിപ്പോൾ ഡെയിലി ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ എന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കറണ്ട് വന്നു. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ കറണ്ട് വന്നു. ഇനി അടുത്ത മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കാർമേഘം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല മഴയായിരിക്കും. ഇന്ന് കംപ്ലീറ്റ് മഴയായിരിക്കും മിക്കവാറും. ഇന്നൊരു കാര്യവും നടക്കില്ല. കറണ്ട് പോകണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഈവൻ നമുക്ക് മൊബൈലിൽ പോലും നോക്കിയിരിക്കാനായിട്ട് പറ്റില്ല, റീൽസ് പോലും കാണാൻ പറ്റില്ല. അങ്ങനെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ഇതുവരെയും മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്തില്ല, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നുടനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. പിന്നെ അനൂപ് ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ പവർ വന്നതിന് ശേഷം എൻ്റെ ചുരിദാർ ഒന്ന് മാർക്കെല്ലാം ചെയ്തു, അളവെടുത്ത് മാർക്കിംഗ് എല്ലാം ചെയ്തു. അത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കിനി അതാണ് പരിപാടി. കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തയ്ക്കുന്നത് നടക്കില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ഞാനൊന്ന് കാണിച്ചു തരാം. പവർ പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലൈനിങ്ങിൽ എല്ലാം മാർക്ക് ചെയ്തു. എന്നിട്ട് മെയിൻ മെറ്റീരിയലിലും എല്ലാം മാർക്ക് ചെയ്ത് ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും മെയിൻ മെറ്റീരിയൽ, പിന്നെ അടിയിൽ 2 ലൈനിങ് മെറ്റീരിയൽ. അപ്പോൾ ഇത് ഇത്രയും പണി കഴിഞ്ഞു. ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പവർ പോയത്. ഇനി സ്ലീവ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത് പവർ പോകുന്നതിന് മുന്നേ സ്ലീവ് ചെയ്യണം. ഞാൻ സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഈ മെയിൻ മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പം മെയിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തുണി വേണം. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത് അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ട് വരാം. സ്റ്റിച്ചിങ് ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് കുറച്ച് സ്ലിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഷേപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ലാസ്റ്റുള്ള കുറച്ച് പണികളുണ്ടല്ലോ, അതും കൂടെ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു ചുരിദാർ നമ്മൾ തയ്ച്ച് തീരെയാണ്. ഇന്നോടെ അത് ഫിനിഷ് ചെയ്യണം എന്നാണ്. പിന്നെ കറണ്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്ത് തീർക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ മഴ നല്ലപോലെ കുറഞ്ഞ് നിൽക്കുകയാണ്. ഇത്ര നേരം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ഇതുവരെ മഴ കുറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ തയ്ക്കുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഒരു 2-2.5 മണിക്കൂറെങ്കിലും എടുത്തു കാണും മിക്കവാറും ഇത്രയും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയതുകൊണ്ടാണ് അത്രയും സമയം എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് എന്തെങ്കിലും കഴിക്കണം. നല്ലപോലെ വിശപ്പുണ്ട്. മണി 3:30 ആവാൻ പോകുന്നു. എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനൂപും കൂടെ വരുമ്പോൾ സിറ്റിയിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ചെറിയ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കിച്ചണിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് പോകണം.
അത് വാങ്ങുന്നതിന് മുമ്പേ ആയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ലിസ്റ്റ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ ഇവിടെ നമ്മൾ വെറുതെ ഇറങ്ങി പോയിട്ട് ഒരു കാര്യം ചെയ്യാതെയും ഒരു കാര്യം ഓർത്ത് വാങ്ങാതെയൊക്കെ വരും. അതുകൊണ്ട് അതിങ്ങനെ ഒരുപാട് നാൾ റിപ്പീറ്റ് ചെയ്തിങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ലിസ്റ്റ് റെഡിയാക്കി എന്തിനൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള എല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കാർ എടുത്ത് വെളിയിലോട്ട് പോവുള്ളൂ. എങ്കിലേ എന്നിട്ട് ആ ലിസ്റ്റ് നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അയ്യോ അത് ചെയ്തില്ല, അയ്യോ ഇത് ചെയ്തില്ല, അയ്യോ ഇത് മറന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം, ഇപ്പം ഒരു സാധനം വാങ്ങാനായാലും ഇല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോകാനായാലും ഒരാളെ കാണാനായാലും എന്തെങ്കിലും പേപ്പേഴ്സ് എടുക്കാനായാലും എന്തെങ്കിലും കൊറിയർ അയക്കാനായാലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോ ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടാണ് നമ്മൾ മാക്സിമം വരുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കിച്ചണിലേക്ക് ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അനൂപിന് എന്തൊക്കെയോ ഓഫീസ് വർക്കുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ ഈ വരുന്ന കുറച്ച് ദിവസത്തിനകത്ത് ഇവിടെ ഒരു ചെറിയ യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ലിസ്റ്റ് റെഡിയാക്കി വെക്കണം. ഏകദേശം ഒന്ന് ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഫുഡ് റെഡിയാക്കി കഴിക്കണം. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഈ ലിസ്റ്റിലോട്ടൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇനി ഫുഡ് കഴിച്ച് ഒന്ന് റെഡി ആവണം, ലിസ്റ്റ് റെഡിയാക്കണം. അനൂപ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അല്ല, അതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്തത് എവിടം വരെയാണെന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത്രയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ, ഞാൻ ഈ ഷേപ്പിംഗ് എല്ലാം ചെയ്തു, പിന്നെ സ്ലീവ് ചെയ്തു, നെക്ക് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്ലിറ്റിൻ്റെ എൻഡൊക്കെ കണ്ടോ, ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അരമണിക്കൂറിനകത്ത് തീരുന്ന പരിപാടിയേ ഉള്ളൂ. പിന്നെ ബാക്കിൽ ഷേപ്പ് ചെയ്യാനുണ്ട്, ബാക്കിലും കൂടെ ഷേപ്പ് ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. കറണ്ട് പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂറിനകത്തൊക്കെ തീരുന്ന ജോലിയേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും. പിന്നെ എനിക്കും ഈ മഴയൊക്കെ ആയതുകൊണ്ടേ ഒരു മടിയും ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറേ ലാഗായിപ്പോയി. അപ്പോൾ ഏകദേശം ഇത്രയും ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞങ്ങൾ സിറ്റിയിലോട്ട് പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇനി എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് കഴിക്കണം, ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇത്രയാണ് വർക്ക്. ഇനി ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം ഞങ്ങൾ പോണത്, ആദ്യം എനിക്ക് 2 സൽവാറും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം ആ മെറ്റീരിയലിന് മാച്ച് ആയിട്ടുള്ള കമ്മൽ വാങ്ങണം ആദ്യം. അപ്പോൾ വീടിന് നമ്മുടെ അടുത്തായിട്ട് ആദ്യം ഫാൻസി ഒക്കെ ഉണ്ട്. മീൻസ് നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം ഫാൻസി ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഫാൻസിയിൽ കയറി ഈ മെറ്റീരിയലിന് മാച്ച് ആയിട്ടുള്ള കമ്മലുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ ഹാങ്ങിങ് ടൈപ്പ് കമ്മലാണ് നോക്കുന്നത്. അപ്പം അങ്ങനത്തെ ആ മെറ്റീരിയലിൻ്റെ അതേ കളറിന് മാച്ചായിട്ട് വരുന്ന കമ്മലുണ്ടോ എന്ന് ആദ്യം നോക്കണം. അതാണ് ആദ്യം വാങ്ങണത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിറ്റിയിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയും നോക്കാം. ഇവിടെ കിട്ടിയില്ലെങ്കിൽ സിറ്റിയിലോട്ട് പോകണം. മഴ എന്തായാലും നല്ല പോലെ പെയ്യും, നല്ല മഴക്കോളുണ്ട്. ഇത്ര നേരം ഒന്ന് ഒതുങ്ങി നിന്നതാണ്. എനിക്ക് തോന്നുന്നു ഇനി വൈകിട്ട് നല്ല മഴയായിരിക്കും. അപ്പോൾ നോക്കാം, പറ്റുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് വീട്ടിൽ കയറാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാൻസി എത്താറായി. അപ്പോൾ ഞാൻ അവിടെ കയറി ഇതിന് മാച്ചിങ് കമ്മലുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കട്ടെ. കുറച്ച് നാൾ മുന്നേ വരെ സ്റ്റഡ് യൂസ് ചെയ്യാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ മാറി ഇതുപോലെ ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെറിയ ഹാങ്ങിങ് ആയിട്ടുള്ള കമ്മലിടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കളർ കിട്ടുന്നത് വരെ ഓരോ ഫാൻസിയിലും കയറി ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഫാൻസിയിൽ കയറിയപ്പോൾ ഞാൻ ഈ ഒരു കമ്മൽ മാത്രമാണ് വാങ്ങിയത്. പിന്നെ ഒരു ഹെയർ ബാൻഡിന്റെ സെറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ആ റെഡ് കളറിന് മാച്ച് ആയിട്ടുള്ള ഒരു കമ്മൽ മാത്രമാണ് ഞാൻ വാങ്ങിയത്. ഒരു ബ്ലാക്ക് കളറും കൂടെ എനിക്ക് വേണം, ബ്ലാക്ക് കളറിലെ കമ്മലും കൂടെ എനിക്ക് വേണം. പക്ഷെ അതവിടെ ഇല്ല. ഒരുപാട് നല്ല നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബ്ലാക്കിന് മാച്ച് ആയിട്ടുള്ള കമ്മല് കിട്ടിയില്ല. തൽക്കാലം ഞാൻ ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയത്. ഇനി നമ്മൾ അടുത്ത കടയിലോട്ട് പോവാണ്. ഇനി എനിക്കൊരു ബ്ലാക്ക് കളറിലെ കമ്മലും കൂടെ വാങ്ങാനുണ്ട്. അവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിലും എൻ്റെ ചുരിദാർ മെറ്റീരിയലിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങണം.
പിന്നെ ഒരു ഹെയർ ബാൻഡും കൂടെ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ട സാധനങ്ങളിൽ വെച്ചിട്ട് എനിക്കൊരു ഹെയർ ക്ലിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ ആ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു അത് മാർക്കറ്റിലൊക്കെ ട്രെൻഡായിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഒരുപാട് നാളായി കാണും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതെനിക്ക് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. അപ്പൊ അതിന്റെ ഒരു പിക്ചർ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാമേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അത് ഞാനിത് കൊടുക്കാം. ഇനി എനിക്ക് നമ്മുടെ ഈ സൽവാറിന്റെ ബാക്കിൽ കെട്ടാനുള്ള ഒരു വള്ളി ഉണ്ടല്ലോ, ആ കെട്ടുന്ന ഒരു സുഞ്ചലമൊക്കെ അടങ്ങിയ ആ ഒരു സംഭവം, അത് വാങ്ങാനുണ്ട്. അപ്പൊ അത് വാങ്ങാനായിട്ട് കടയിലെത്തി ഞങ്ങള്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ശരിയാവൂല. അപ്പൊ ഞങ്ങൾ പോയി വാങ്ങിയിട്ട് വരാം. ഇതൊന്ന് പിടിക്കോ? അല്ല, അത് ബ്ലാക്ക് അല്ല, ഇത് ഈ മെറൂണാണ്. അത് ആ മെറൂണ് മാച്ച് ആവും തോന്നണടാ. ഇതുണ്ടാ മതി തോന്നല്ലേ? അത് ഗ്രീൻ ആണോ? ആ ഇത് ബ്ലാക്ക് തന്നെ. എടാ ഇത് ബ്ലാക്ക് അല്ലേ ഇതിലുണ്ടായിരുന്നത്? അത് പച്ച. ബ്ലാക്ക് അല്ലേ ഇത്? ഡാർക്ക് ഗ്രീൻ പോലെ തോന്നി. ഗ്രീനാ ബ്ലൂ എന്തോ. ഇത് നമ്മുടെ ചുരിദാറിന്റെ ബാക്കിൽ വെക്കുന്ന കെട്ടാണ്. ഇത് കുറച്ച് വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി. അതെല്ലാം കൂടെ ഈ ഇപ്പൊ ഇരുട്ടായത് കൊണ്ട് ഇത് കാണാനും അത്ര വ്യക്തമായിരിക്കൂല. പിന്നെ ഇനി നമ്മൾ നേരെ രാമചന്ദ്രനിലോട്ടാണ് പോകുന്നത്. വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങണം. ഫാൻസി എന്നുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ, സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതും കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചുരിദാറിന്റെ കെട്ടാണ്. പിന്നെ 2-3 കമ്മലൊക്കെ വാങ്ങി. അപ്പോൾ സ്റ്റിച്ചിങ്ങിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി കിച്ചണിലേക്ക് വേണ്ടിയുള്ള, നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി നേരെ രാമചന്ദ്രനിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ ഈ നമ്മുടെ ഈ ഈസ്റ്റ് ഫോർട്ടിലുണ്ടല്ലോ കുറച്ച് ഫാൻസികളുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി കുറച്ച് കമ്മലും കൂടെ വാങ്ങിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരെ രാമചന്ദ്രനിലോട്ട് പോവാം. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ പെട്ടെന്ന് മീറ്റ് ചെയ്തു. ആളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിന്നപ്പോൾ ആ കോൺവെർസേഷൻ കാരണം ഒത്തിരി സമയം പോയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ഫൈനലി നമ്മൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റായിട്ട് ഞാൻ ലഞ്ച് കഴിച്ചതുകൊണ്ട് അവർ ഫുഡ് കഴിച്ചപ്പോൾ അവരെ കൂടെ കഴിക്കാനായിട്ടുള്ള വിശപ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ 2 പേരും സിറ്റിയിലേക്ക് വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കോമൺ ആയിട്ട് ഒരു ആവശ്യവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒരു തീരുമാനം എടുത്തു, 2 പേർക്കും 2 വഴിയേ പോകാമെന്ന്. അതാകുമ്പോൾ അധികം സമയം വേസ്റ്റ് ആക്കാതെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസും സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഓരോ കടകളിലും കയറേണ്ടതായിട്ടുണ്ട്. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയും കൂടെയാണ്. ആ ഒരു സമയം കൊണ്ട് അനൂപിൻ്റെ ആവശ്യങ്ങൾ നടക്കും. മാത്രമല്ല അനൂപിൻ്റെ കൂടെ അനൂപിൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് നമ്മളൊരു പോയിന്റിൽ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ 2 പേരും 2 വഴിക്ക് പോയത്. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കയറി ഇറങ്ങി വന്നപ്പോൾ നല്ലപോലെ ടയേർഡായി. ഇപ്പോൾ എനിക്ക് നല്ലപോലെ വിശപ്പ് തോന്നുന്നുണ്ട്. അനൂപിൻ്റെ കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അനൂപിന് ഇനി കുറച്ചുകൂടെ സമയം വേണം. ഈ ഒരു ടൈമിനുള്ളിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ചെറിയ ചെറിയ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. മിനിമം ഒരു 3 വർഷം കൊണ്ടെങ്കിലും സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ടിഫിൻ സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ പ്യുവർ വെജിറ്റേറിയൻ ടിഫിൻ സെൻ്ററാണിത്. ഒരേ സമയം 5-6 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ബാക്കിലായിട്ട് ഒരാൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇതൊരു വീടാണ്. വീടിൻ്റെ മുന്നിലാണ് ഈ ടിഫിൻ സെൻറ്റർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിനകത്ത് ആൾ നിൽക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. ഞാനിങ്ങനെ ബൊമ്മയെ പോലെ ഇരിക്കാൻ കാരണം ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഫുഡ് വരാത്തതിൻ്റെ വിഷമത്തിലാണ്. ഞങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായേ. ഞാനൊരു കട്ടൻ കാപ്പി കുടിക്കാൻ പോയി. അനൂപിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വെസ്റ്റ് സൈഡിലോട്ട് പോയിരിക്കുകയാണ്. ബസ്സൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അനൂപിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകണേ. അനൂപിൻ്റെ കാർ അങ്ങ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടോട്ട് പോകണം.
ഇതാണല്ലേ വഴി. ഞങ്ങൾ കാറിൽ കയറിയിട്ട് കാണാം. ഇവിടെ ഞാൻ മൊബൈൽ വെച്ച് ഡിസ്കോ കളിച്ചു കഴിഞ്ഞാലേ മൊബൈല് ആരും വിളിച്ചില്ല. ആദ്യമൊക്കെ ചെറിയ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് മഴ നല്ലപോലെ കൂടി തുടങ്ങി. റോഡ് സൈഡിലായിട്ടുള്ള ചെറിയ ചെറിയ തട്ടുകടകളിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. ഇനി എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല. മഴ അങ്ങ് കൂടിയതുകൊണ്ട് ഞങ്ങൾ നേരെ രാമചന്ദ്രനിലേക്ക് കയറാമെന്ന് കരുതി. അവിടെ നിന്നുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മഴ നല്ലപോലെ കുറയും എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. മഴ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ആവശ്യത്തിലധികം സിറ്റിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു. ഇനി ഈ മഴയത്ത് ഒന്നുകൂടെ അലയാനായിട്ട് ഒട്ടുമേ ആരോഗ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം, നമ്മുടെ പപ്പീസിനൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കണം. അതുപോലെ ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് ബാക്കി കുറച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അതുപോലെ പോയ കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നത്. ഇവിടെ അവന്മാർ ഫുഡിന് വേണ്ടി കറങ്ങുകയാണേ. അപ്പോൾ പോയ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് നടന്നു. എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റി. പിന്നെ ഒരു 2-3 കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അതൊക്കെ ഇനി നാളെ ചെയ്യാം. ഇന്ന് മഴയും എല്ലാം കൂടെ ആയി, ട്രാഫിക്കും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു റഷായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ദിവസം. ഇനി ഒന്ന് ഫ്രഷായി അവന്മാർക്ക് ഫുഡും കൊടുത്ത് പതുക്കെ ഒന്ന് സമാധാനത്തിൽ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. കാരണം നാളെ നമുക്ക് വേറെ ഒരു മെറ്റീരിയലും കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഓവർലോഡ് ആയിപ്പോവും. അതുകൊണ്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകിൽ നാളെ കാണാം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ വ്ളോഗ്സ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.